തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. പരിശോധനയ്ക്കായി കൊണ്ടുവന്ന ശസ്ത്രക്രിയ ശരീരഭാഗങ്ങൾ ആക്രിക്കടക്കാരൻ എടുത്തുകൊണ്ടുപോയി. സംഭവത്തിൽ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ജീവനക്കാരൻ അജയ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. മൈക്രോബയോളജി ലാബിന് സമീപം അലക്ഷ്യമായി വെച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കടക്കാരൻ എടുത്തുകൊണ്ടുപോയത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നഷ്ടപ്പെട്ട സ്പെസിമെനുകൾ എല്ലാം തിരികെ കിട്ടിയെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഇന്നലെയാണ് സംഭവം. രാവിലെ 10 മണിയോടെ 17 രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള സ്പെസിമെനുകൾ പാത്തോളജി ലാബിലേക്ക് കൊണ്ടുവന്നു. ആംബുലൻസിൽ കൊണ്ടുവന്ന ശരീരഭാഗങ്ങൾ അറ്റൻഡറും ഡ്രൈവറും ചേർന്ന് പാത്തോളജി ലാബിന്റെ മുന്നിലെ സ്റ്റെയർ കേസിൽ വെച്ച ശേഷം പുറത്തേക്ക് പോയി. മടങ്ങിയെത്തുമ്പോൾ പെട്ടിയുമില്ല, ശരീരഭാഗങ്ങളുമില്ല. പിന്നീട് അന്വേഷണമായി. രാവിലെ പെട്ടി കാണാതെ പോയെങ്കിലും ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. ഇതിനിടെ ജീവനക്കാർ തന്നെ പെട്ടി കൊണ്ടുപോയ ആക്രിക്കാരനെ കണ്ടെത്തി. ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ആക്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് കൊണ്ടുപോയതാണെന്ന് മറുപടി. പെട്ടിയിൽ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ ഉപേക്ഷിച്ചു. ഇയാൾ പറഞ്ഞത് പ്രകാരം നടത്തിയ തെരച്ചിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് സമീപത്ത് നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. നഷ്ടപ്പെട്ട എല്ലാ സ്പെസിമെനുകളും തിരികെ കിട്ടിയെന്ന് പാത്തോളജി വിഭാഗം മേധാവി ലൈല രാജി പറഞ്ഞു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നതിൽ സംശയമില്ല. ആക്രിക്കാരനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. മനഃപൂർവ്വം നടത്തിയ മോഷണമല്ലെന്നാണ് പോലീസ് നിലപാട്. വിശദമായി അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജ് പോലീസിന് കഴക്കൂട്ടം ACP നിർദ്ദേശം നൽകി. ജനം, തിരുവനന്തപുരം.